ഹായ് ഗായ്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് വെച്ചൊരു ഓംലേറ്റ് ആണ്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്സ് എടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ഓട്സ് മിക്സിയിലിട്ട് പൗഡറാക്കിയതാണ്. അതിനുശേഷം ഒരു അര ഒനിയൻ ചെറുതായി കൊത്തി അരിഞ്ഞതെടുക്കുന്നുണ്ട്. അതുകൂട്ട് തന്നെ അര ടൊമാറ്റോ കൊത്തി അരിഞ്ഞതെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. അതും കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് എടുക്കണം. പിന്നെ ഒരു പച്ചമുളക് കൊത്തി അരിഞ്ഞത്. ഇത്രയും ഐറ്റംസ് വെച്ചാണ് നമ്മൾ ഇന്ന് ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. പയ്യെ പൊട്ടിക്കണം. ആദ്യത്തെ കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കോഴിമുട്ട ഇതുപോലെ തന്നെ പൊട്ടിച്ച് ഒരു ചെറിയ ബൗളിലേക്ക് ഒഴിക്കണം. അതിനുശേഷം പച്ചമുളക് കുത്തിയരിഞ്ഞത്, മല്ലിയില കുത്തിയരിഞ്ഞത്, തക്കാളി കുത്തിയരിഞ്ഞത്, ഒനിയൻ കുത്തിയരിഞ്ഞത്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഓട്സ് പൗഡർ നമ്മുടെ ഈ മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പം ഓട്സ് പൗഡറും നമ്മൾ അതിനു മുമ്പേ തയ്യാറാക്കി വെച്ചിരുന്ന മിശ്രിതം രണ്ടും കൂടി യോജിപ്പിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. കാരണം മിക്സ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. ഇപ്പം നമുക്ക് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇനി ഉപ്പിട്ടതിന് ശേഷം ചെറുതായിട്ട് ഇളക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുന്നത് വരെ നമ്മൾക്ക് തീ കൂട്ടി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാം. ഞാൻ അതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ടാണ് ഇതാക്കുന്നത്. പാൻ ചൂടായി ഇനി അതിലേക്ക് എണ്ണ തേക്കുക. ആ എണ്ണയും ചൂടായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഓട്സ് മിശ്രിതം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചെറുതായിട്ട്. ഞാനിതൊരു ഒറ്റയായിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ്. നമുക്ക് ആവശ്യാനുസരണം ചെറിയതായിട്ട് രണ്ട് സെറ്റ് വേണമെങ്കിൽ 2 സെറ്റ് ആക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒരു ഒറ്റ സെറ്റ് ആക്കുന്നുള്ളൂ. എനിക്ക് ഒരെണ്ണം മതി. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് ആക്കുന്നത്. ചെറുതായിട്ട് ആക്കി കൊടുക്കുക. സെയിം നമ്മൾ മുട്ട വറക്കുന്നത് പോലെ തന്നെ ഈ മിശ്രിതം പാനിലേക്ക് ഒഴിച്ച് എല്ലാം നല്ലതുപോലെ വടിച്ച് സെറ്റാക്കുക. അതിന് ശേഷം അടപ്പ് വെച്ച് മൂടുക. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ചെറിയ തീയിലിട്ടാണ് വേവിക്കുന്നത്. ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ മറുവശം തിരിച്ചിട്ട് നിങ്ങളെ കാണിച്ചില്ല ഞാൻ, സോറി ഗൈസ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഓട്സ് ഓംലേറ്റ് കുക്കായിട്ടുണ്ട്. തിരിച്ചിടുക. 2 വശവും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഡ്യൂട്ടിക്കും ഓഫീസിലും ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് കഴിക്കാം. ഇപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.